ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള എല്ലാ ഗുഡ്സും സർവീസസും ചേർന്നുള്ള ഒരു ആകെത്തുകയാണ് നമ്മൾ GDP എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന വളരെ ഒരു ലോക്കലി ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് മുതൽ ഒരുപക്ഷെ കാറുകൾ വരെയോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അതിൻ്റെ ക്രയവിക്രയം എല്ലാം കൂടെ ഒരു ആകെത്തുക എടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു എക്കോണമിയിൽ നടന്ന ഒരു പ്രക്രിയ, അതാണ് ഈ GDP എന്ന് പറയുന്നത്. അപ്പം GDP ആണ് ഒരു ബേസിക് ബാരോമീറ്റർ. ഒരു കൺട്രി, ഒരു രാഷ്ട്രം എങ്ങനെയാണ് പെർഫോം ചെയ്തത്. അതിന് ഒരു നമുക്കറിയാമല്ലോ, ഈ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ചാണ് ഓരോ ആളുകൾക്ക് ജോലി കിട്ടുന്നത്, അതനുസരിച്ച് ടാക്സിൻ്റെ റവന്യൂ കൂടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന GDP എത്രയാണ്, അതിൻ്റെ GDP ഇപ്പോൾ എത്രയാണ്, അപ്പോൾ അത് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ GDP എത്രയാണ്, അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ആ നമ്പറിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേകത നടക്കുന്ന ജനറലി ഒരു വർഷത്തിൽ എന്താണ് ഉള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ്, ഗുഡ്സ് ആകട്ടെ സർവീസ് ആകട്ടെ, അതിൻ്റെ ക്രയവിക്രയം, അതിനകത്ത് എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് ഇങ്ങനെയുള്ള ടോട്ടൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സം ടോട്ടലാണ് ഇന്ന് GDP ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇന്ന് US-ൻ്റെ GDP ഇത്ര ട്രില്യനാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP നമ്മൾ 10 ട്രില്യനായിട്ട് കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. അതൊരു കറക്റ്റ് മെഷറാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച വരുന്നുണ്ട്. പക്ഷേ അതാണ് ഇന്ന് നമ്മൾ ലോകം അംഗീകരിച്ചിരിക്കുന്ന, അതും ഒരു ഡോളർ ടേംസിൽ, അതാണ് ഈ $1 ട്രില്യൺ എക്കോണമി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഭാരതം ആ ഒരു അടുത്ത ലെവലിലേക്ക് പോകുന്നതിനെ പറ്റി പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ഫിഗറാണ് ഈ GDP.